ഹലോ, MNS ടെക് ഷോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രിവ്യൂ കണ്ട പോലെ അങ്ങനെ ഒരു സ്റ്റാറ്റസ് വീഡിയോ നിർമ്മിക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് കൈൻമാസ്റ്റർ എന്ന ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നേരെ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. റേഷ്യോ 9:60 ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ അതിൽ നിന്നും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇമേജുകൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഇമേജും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാ ഇമേജും സൂം ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതിൻ്റെ വീഡിയോയുടെ ആദ്യത്തിൽ പോയി ഓരോ ഇമേജുകളായി സെലക്ട് ചെയ്യുക. മുകളിൽ കത്രികയുടെ സൈഡിൽ കാണുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ 2 ഫിംഗേഴ്സ് വെച്ച് അത് സൂം ചെയ്ത് കൊടുക്കുക. ആ സ്ക്രീനിൽ ഫില്ലാവുന്നത് വരെ സൂം ചെയ്യണം. നമുക്ക് വേണ്ട ഫോട്ടോയുടെ ഭാഗം മാത്രം സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് സൈഡിൽ കാണുന്ന ഈക്വൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ ഫില്ല് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ ഇമേജുകളും നമ്മൾ ഇതുപോലെ സൂം ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇമേജുകളും നമ്മൾ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോ ഇമേജിനും എഫക്റ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടത് അതിനായി ഇമേജിൽ സെലക്ട് ചെയ്യുക. ക്ലിപ്പ് ഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവർലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെറ്റ് മോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം ഫസ്റ്റത്തെ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഇമേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓവർലൈൻ 2 ക്ലിക്ക് ചെയ്യുക. അങ്ങനെ അതേ ഓർഡറിൽ പോയി നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓവർലൈൻ 3 ഓക്കെ. എഫക്റ്റ് അതിൽ ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഇമേജിനും ആ എഫക്റ്റ് നമ്മളുടെ ഓവർലൈൻ എഫക്റ്റ് അവിടെ ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ഇമേജിനും ആ ഒരു എഫക്റ്റ് നമ്മൾ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ ആ ഒരു എഫക്റ്റ് നമുക്ക് ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അവസാനത്തെ ഇമേജിനും ആ എഫക്റ്റ് ആഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ആ ഇമേജിനെല്ലാം നമുക്ക് രണ്ടാമതൊരു എഫക്റ്റ് ആഡ് ചെയ്യാനുണ്ട്. അതിന് ആ ഇമേജിൻ്റെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗ്ലോ ലൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോൺ ചിലപ്പോൾ ഇല്ല എങ്കിൽ നിങ്ങൾ ഗെറ്റ് മോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ എല്ലാ ഇമേജിനും എല്ലാ പ്ലസ് ഐക്കണിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഓർഡറിൽ 1 2 3 എന്ന ഓർഡറിൽ നമ്മളങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എല്ലാ ഫോട്ടോയുടെ രണ്ട് ഫോട്ടോയുടെ ഇടയിലുള്ള പ്ലസ് ഐക്കണിലും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലേ പ്രിവ്യൂവിൽ കണ്ട പോലെ അങ്ങനെ ഒരു എഫക്റ്റ് ഇതിൽ ആഡായി വരത്തുള്ളൂ. ഒന്നും കൂടി നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. അവസാനത്തെ ഇമേജിന് നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആ എഫക്റ്റ് അതിൽ ആഡ് ആയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഇമേജിനും ആ ഗ്ലോ ലൈൻ എന്ന എഫക്റ്റ് ആഡായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ഓഡിയോ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ നേരെ 3
പ്ലെയറിൽ പോയി മീഡിയ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഓഡിയോ അതിൽ നിന്ന് ആഡ് ചെയ്യുക. നമുക്ക് അല്ലാതെ തന്നെ ഓഡിയോയിൽ നിന്ന് പോയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. പക്ഷേ ഞാൻ വീഡിയോയിൽ നിന്നാണ് ഓഡിയോ എടുക്കുന്നത്. അതിന് ഓഡിയോ സെലക്ട് ചെയ്ത് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് കാണാൻ സാധിക്കും. എന്നിട്ട് ആ വീഡിയോ നമുക്ക് ഡിലീറ്റ് ചെയ്യുക. ഇപ്പോൾ ആ ഓഡിയോ മാത്രം അവിടെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഓഡിയോ കുറച്ച് വയ്ക്കുകയാണ്, കാരണം ഞാൻ പ്ലേ ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. ആഡ് ചെയ്ത ഓഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഓഡിയോ ട്രിം ചെയ്ത് കളയാം. ഓഡിയോ സെലക്ട് ചെയ്യുക. സ്പ്ലിറ്റ് ആൻഡ് ട്രിം നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നടുവിൽ കാണുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ട്രിം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലത് ഭാഗത്ത് നിന്നും ട്രിം ആയത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ക്ലിക്ക് ചെയ്യുക. ഹൈ ക്വാളിറ്റി ഇട്ട് കൊടുക്കുക. ഫ്രെയിം റേറ്റ് 330 ആക്കി കൊടുക്കുക. എന്നിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഗാലറിയിലേക്ക് എക്സ്പോർട്ടായി കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി കൊടുത്തത് ഓഡിയോ ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ ഓഡിയോ ലൈബ്രറിയിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമുക്ക് വീഴുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.